എം.ആർ. അജിത് കുമാർ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് എ.ഡി. തോമസ് എം.എൽ.എ. മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിമിനലുകളായ അജിത് കുമാറും പി ശശിയുമാണ് കഴിഞ്ഞ 10 വർഷം ആഭ്യന്തര വകുപ്പ് ഭരിച്ചത്. ഇപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്നത് ശക്തനായ രമേശ് ചെന്നിത്തലയെന്നും എ.ഡി. തോമസ്. എം.ആർ. അജിത് കുമാറിനെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ പി ശശിയെ പോലുള്ള ഒരു ക്രിമിനലുമായി ചേർന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ക്രിമിനലിനെതിരെയുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ആ നടപടി എടുക്കാൻ തക്ക കരുത്തും ആത്മാഭിമാനവുമുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത്. ആഭ്യന്തര വകുപ്പ് പി ശശിയല്ല നിയന്ത്രിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആദരണീയനായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടി വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് നടത്തിയ തെമ്മാടിത്തരങ്ങൾക്ക് കൈയും കണക്കുമില്ല. അതിൻ്റെ ഒരു ശക്തമായ തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അപ്പോൾ അത് മനസ്സിലാക്കി ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ എം.ആർ. അജിത് കുമാറിനെ പോലെ DGP റാങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ആ നടപടി വൈകുന്നത്. പക്ഷേ അതൊരു സ്വാഭാവികമായ നടപടിക്രമമായിട്ടാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. നടപടി എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. എ.ഡി. തോമസിന്റെ പ്രതികരണമാണ് കേട്ടത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, രക്ഷാപ്രവർത്തന കേസിൽ ഉൾപ്പെടെ ഏത് തരത്തിലുള്ള സംരക്ഷണം അജിത് കുമാർ ഈ കേസിലേക്ക് എത്തുമ്പോൾ, അജിത് കുമാറിന് ഭരണം മാറുമ്പോഴും സംരക്ഷണമുണ്ടോ? അജിത് കുമാർ സേഫ് ആണോ എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ SIT റിപ്പോർട്ടിൽ വരെയുള്ള ആശയക്കുഴപ്പം പുറത്തു വരുമ്പോഴാണ് അജിത് കുമാർ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ ആണെന്ന് എ.ഡി. തോമസ് പറയുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ ക്രിമിനലിന് പൊളിറ്റിക്സ് മാറുമ്പോഴും, അതായത് ഭരണം മാറുമ്പോഴും സേഫ് ആകുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോഴും തന്റെ പ്രതീക്ഷയും വിശ്വാസവുമാണോ തോമസ് പങ്കുവയ്ക്കുന്നത്? ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP എം.ആർ. അജിത് കുമാർ ഇടപെട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചത്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെ അന്ന് സംരക്ഷിച്ചത് എം.ആർ. അജിത് കുമാർ എന്നാണെന്നുള്ള ഒരു ആരോപണം ആദ്യം മുതൽ തന്നെ ഈ പരിക്കേറ്റ എ.ഡി. തോമസും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസും ഉന്നയിക്കുന്നുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേസ് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ പരാതിക്കാരുന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യവും അതായിരുന്നു എം.ആർ. അജിത് കുമാറിൻ്റെ പങ്കിനെക്കുറിച്ച്, ഈ കേസ് അട്ടിമറിച്ചതിലുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണം. നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ഈ SIT ഈ എം.ആർ. അജിത് കുമാറിൻ്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിച്ചു. ചില ഉദ്യോഗസ്ഥർ മൊഴി നൽകി എന്നൊക്കെയുള്ള, പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഔദ്യോഗികമായി മാധ്യമങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് നിലവിൽ DGPയുടെ കൈവശം ഉണ്ട്. പക്ഷേ എ.ഡി. തോമസ് തന്നെ പറഞ്ഞതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ എല്ലാവിധമായ പഴുതുകളും അടച്ചു വേണം സ്വീകരിക്കാൻ. നമുക്ക് മുൻപിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് DGP ആയിട്ട് TP സെൻകുമാറിനെ നിയമിക്കുന്നു. LDF സർക്കാർ വന്നതിന് ശേഷം സെൻകുമാറിനെ മാറ്റുന്നു. സെൻകുമാർ പിന്നീട് നിയമപരമായി ആ പോരാട്ടത്തിലൂടെ വീണ്ടും DGP കസേരയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒരു തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാവരുത് എന്നുള്ളൊരു പൊതുവിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അജിത് കുമാറിനെതിരായിട്ടുള്ളൊരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു വൈകൽ, ഒരു കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഈ പരിക്കേറ്റവർക്ക്, പരാതിക്കാർക്ക് ഉറപ്പാണ്. ആ സർക്കാരിന്മേലുള്ള അവരുടെ വിശ്വാസമാണ് അവർ പങ്കുവെച്ചത്. അടുത്ത ദിവസങ്ങളിൽ അജയും ഒപ്പം തന്നെ എ.ഡി. തോമസും മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് ഇവരുടെ ആശങ്ക പങ്കുവെക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.